എല്ലാവർക്കും നമസ്കാരം. ഷേക്സ്പിയർ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ന് അതായത് 17/8/2024 കേരള PSC നടത്തിയ കൊല്ലം, കണ്ണൂർ ജില്ലകളിലെ LDCയുടെ PSC പ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ ആൻസർ കീയും അതിൻ്റെ കട്ട് ഓഫ് സാധ്യതകളുമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ കോഡെന്ന് പറയുന്നത് A ആണ്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രയേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം, അത് PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ബി മാലിദ്വീപാണ്. അതാണ് മാലിദ്വീപ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് SCRT ആണ്. 1952 ഒറീസയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവച്ചു. ആരാണ് ഈ വ്യക്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഡി ആണ്, VP മേനോൻ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. കഴിഞ്ഞ LDCക്ക് നാറ്റയുടെ ഒരു ചോദ്യം വന്നു അല്ലേ? എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ LDCക്കും ഈ ഒരു ചോദ്യം വന്നിരുന്നു. നാറ്റോയുടെ ആസ്ഥാനം PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ബി ആണ് ഇതിൻ്റെ ആൻസർ, ബ്രസൽസ്. ഇനി നാലാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ എഴുതുക, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് എഴുതുക. 1. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാ സംഘം വാക്പടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ ഗുരു, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 4 C ആണ് അതിൻ്റെ ഉത്തരം. ശരിയായവ ഏതൊക്കെയാണ്? 2ഉം 4ഉം 2ഉം 4ഉമാണ്. ആത്മവിദ്യാസംഘം വാക്പടാനന്ദനാണ്, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്, സഹോദരൻ അയ്യപ്പനാണ്, സഹോദര പ്രസ്ഥാനം. സമത്വ സമാജം ബ്രഹ്മാനന്ദ ശിവയോഗിയല്ലേ അതിൻ്റെ ആൻസർ. അപ്പോൾ എന്ത് തന്നെയായാലും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. കോഡ് A പ്രകാരമാണ് ഓപ്ഷൻ C. 2ഉം 4ഉമാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത 5ാമത്തെ ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഏതാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഓപ്ഷൻ എ, ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇതിനകത്ത് ആൻസർ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം
ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ, 1 മാത്രം. അടുത്ത 6ാമത്തെ SCERT ആണ്, ഫ്രഞ്ച് വിപ്ലവം. 6ാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഞാനാണ് രാഷ്ട്രം, ലൂയി 14 ലൂയി 11. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ, മേരി ആൻഡ്രൈനെറ്റ്. ഇങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഉത്തരം വളരെ സിമ്പിളാണ്. നമുക്കറിയാം, ഞാനാണ് രാഷ്ട്രം, ലൂയി 14 പറഞ്ഞിട്ടുള്ളത്. അപ്പം ആൻസർ കീയിലേക്ക് പോകാം. പ്രൊവിഷണൽ ആൻസർ കീ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം എന്താണ്, ബി 2ഉം 3ഉമാണ് ശരി. ഇനി പെനിൻസുലർ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി. പെനിൻസുലർ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി. 7ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ കോഡ് എ. ഈ ഒരു ആൻസർ കീ പ്രകാരം ഗോദാവരി ആണ്. കറക്റ്റാണ്, ഗോദാവരിയാണ്. പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി തന്നെയാണ്. ആൻസർ കീ 7C ആണ് ആൻസർ കീ പ്രകാരം ഉത്തരം. പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? വളരെ സിമ്പിൾ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്, ഗ്രീൻവിച്ച്. നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കാണത് കേട്ടോ. അടുത്ത ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. നമ്മളൊരു കോഡൊക്കെ വെച്ച് ഈ സംസ്ഥാനങ്ങൾ പഠിച്ചു വെക്കും. അപ്പം ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 9B ആണ്. ഒഡീഷയാണ് കടന്നു പോകാത്ത സംസ്ഥാനം. രാജസ്ഥാൻ, ഗുജറാത്ത്, ത്രിപുര ഇവിടെയൊക്കെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. അടുത്തത്, ഇതൊക്കെ ജോഗ്രഫി പാർട്ടി എന്നുള്ള ചോദ്യമാണ്. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്താണ് പ്രധാനമായി ബാധിക്കുന്നതും? SCERT ആണ്. ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി, തെക്കേ അമേരിക്ക ആണ്. ആൻസർ കീ പ്രകാരം തെക്കേ അമേരിക്കയാണ്. SCERT ആണ്. SCERT കോളമാണ്. അടുത്ത 11ാമത്തെ ചോദ്യം, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? 11ാമത്തെ ചോദ്യമാണ്. ആൻസർ കീ പ്രകാരം ബി, ഓപ്ഷൻ ബി ആണ്, ലൂ ആണ്. ഈ കോഡ് എ ആണ് പറയുന്നത്, പ്രത്യേകം ഓർക്കുക. കറണ്ട് അഫയേഴ്സ്. കേരളത്തിലെ 12ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ 12ാമത്തെ ആൻസർ എന്താണ്? 12A ആണ്. തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ കാണപ്പെടുന്നത്. 12 എന്താണ്? ഓപ്ഷൻ എ, തൃശ്ശൂരാണ്. അടുത്തത്, 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യവർദ്ധനവ്, താരിഫ് നിരക്കിൽ വരുത്തിയ വർധനവ്, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി, വിദേശ നാണ്യ വിപണിയിലെ രൂപയുടെ മൂല്യനിർണ്ണയം സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുക. ഇത് എക്കണോമിക്സ് ആണ്. ഞാൻ എപ്പോഴും പറയും, ഈ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എക്കണോമിക്സിൽ നിന്ന് തന്നെയായിരിക്കും എന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. ഈ 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം സി ആണ്. അപ്പം സി ആണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം മിക്ക ആൾക്കാർക്കും, വളരെ ആഴത്തിൽ പഠിക്കാത്ത ആൾക്കാർക്ക് അവർ ഈ ചോദ്യം സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, ചൊറിയണ്ടെന്ന് വിചാരിച്ച്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹരിതവിപ്ലവം നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിരുന്നു. 14ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്പാദനത്തിലും ഉത്പാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്,
ഗ്രാമീണ അസമത്വം, തൊഴിൽ വർധനവ്. ഇതിനകത്ത് ശരിയല്ലാത്തത് ഒരു കോമൺ സെൻസ് കൊണ്ട് തന്നെ എന്താണ് അനുമാനിക്കാൻ പറ്റും. 14 സി ആണ് എന്താണ് ഇതിൻ്റെ ആൻസർ. കാരണം ബാക്കിയെല്ലാം പോസിറ്റീവും അത് മാത്രമാണ് നെഗറ്റീവ് എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ കോമൺ സെൻസ് മതി, പഠിക്കേണ്ട ആവശ്യം പോലുമില്ല. പതിനഞ്ചാമത്തെ ചോദ്യം, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ, ഔട്ട്സോഴ്സിംഗ്, അതായത് പുറം കരാർ നൽകൽ അഥവാ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ. അതും എക്കണോമിക്സിൽ നിന്ന് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. മിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാകാം, ആഴത്തിൽ പഠിക്കാത്തവർ. ഇതിൻ്റെ ആൻസർ 15 സി തന്നെയാണ് ആൻസർ. ദാരിദ്ര്യം, സി ഏതാണ്? സി ആണ് ആൻസർ. ഇതിൽ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. ഇവ രണ്ടുമാണ് എന്താണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. 16ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ, ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂല കാരണം. ഇതിൽ ഏതാണ് ശരിയല്ലാത്തത്? 16ൻ്റെ ബി ആണ് ശരിയല്ലാത്തത്. അതാണ് PSC പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. അതും എക്കണോമിക്സ് ആണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ് എക്കണോമിക്സിൽ നിന്ന് എല്ലാം വന്നിട്ടുള്ളത്. അടുത്തതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ വളർത്തുക, യുവ സംരംഭകർക്ക് സാമ്പത്തികമായും സാങ്കേതികമായും സഹായം നൽകുക, ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കൗമാരപ്രായത്തിലെ പെൺകുട്ടികളുടെ ഉന്നമനം, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. ഇതിൽ ഈ ഒരു സ്വയം എന്ന പദ്ധതിയുടെ സവിശേഷത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 17D ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് PSC പറയുന്നത്, പ്രൊവിഷണൽ ആൻസർ കീ. എക്കണോമിക്സൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? 18ാമത്തെ ചോദ്യമാണ്. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. എന്താണ്? ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. 1ാമത്തെ പ്രസ്താവന. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു, വിദഗ്ധ ഉപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഇതിൽ ഉൾപ്പെടാത്ത പ്രസ്താവന PSC ആൻസർ കീ പ്രകാരം 18D ആണ് ഉൾപ്പെടാത്ത പ്രസ്താവന. ബാക്കിയെല്ലാം ഉൾപ്പെടുന്നവയാണ്. നീതി ആയോഗ് ഞാൻ പറഞ്ഞിരുന്നു, അത് ഒരുപാട് വട്ടം ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു എക്കണോമിക്സ് ടോപ്പിക്കാണ് നീതി ആയോഗ്. മുദ്ര പദ്ധതി, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. മുദ്രാ പദ്ധതിയൊക്കെ 19ാമത്തെ ചോദ്യമാണ്. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക, ദരിദ്ര കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പ അനുവദിക്കുക, വൃദ്ധർക്കും നിരാലംബർക്കും സാമ്പത്തിക സഹായം അനുവദിക്കുക, നൈപുണ്യ വികസനത്തിനും തൊഴിൽ പരിശീലനത്തിനുമായി സന്നദ്ധ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുക. ഇതിൽ ലക്ഷ്യമിടുന്നത് ഈ ഒരു വളരെ സിമ്പിൾ ചോദ്യമാണ്. 19A. അത് തന്നെ നമുക്കറിയാം, വലിയ നൂലാമാലകൾ ഇല്ലാതെ ലോൺ, അതായത് നമുക്ക് സംരംഭം തുടങ്ങാനായിട്ട് ലോൺ അനുവദിക്കുന്നതാണ് മുദ്രാ ലോൺ എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ പത്രം വായിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു ചോദ്യമാണ്, ഉത്തരമാണ്.
ഇനി 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ? സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്, ഭിന്നശേഷിക്കാർ. 20ന്റെ പ്രൊഫഷണൽ ആൻസർ ഈ പ്രകാരം ഡി. എല്ലാം ശരിയാണ്. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് നിയമത്തിൻ്റെ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ പറയുന്ന 3 പേർക്കും നിയമത്തിൻ്റെ വലിയൊരു ജ്ഞാനമില്ലാത്തവരായിരിക്കും. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഇനി കോൺസ്റ്റിറ്റ്യൂഷനാണ് ചോദ്യം വന്നിരിക്കുന്നത്. 21 മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 12 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. എങ്കിലും പ്രൊഫഷണൽ ആൻസർ കീ നമുക്ക് പറഞ്ഞു തരാം. 21A ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ഓക്കെ, അപ്പോൾ 1ഉം 2ഉമാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ആൻസർ കീ PSC കൊടുത്തിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 22ാമത്തെ ചോദ്യമാണ്. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന 22, ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം. ഇതിൻ്റെ കമ്മിറ്റികളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻമാർ അല്ലേ, മൗലിക അവകാശ കമ്മിറ്റി, അങ്ങനെ കുറേ കമ്മിറ്റികളുണ്ട്. അപ്പം അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിൽ നിന്ന് ചോദിച്ച 2ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏത്? നിർദ്ദേശ തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ആദ്യത്തെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് എന്താണ്, അയർലൻഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എന്താണ് തെറ്റായത്? ശരിയായത് മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. എങ്കിലും നമുക്ക് ആൻസർ കീയിലേക്ക് പോകാം. സി 2, 3 അത് തന്നെയാണ് പ്രൊവിഷൻ ആൻസർ കീയിലും പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. 2 ചോദ്യങ്ങളാണ് ആശയങ്ങളുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് സിമ്പിൾ ചോദ്യങ്ങളാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഇതിൽ ഏതൊക്കെയാണ് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ? 24 ബി ആണ് ആൻസർ. 2ഉം 3ഉം കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ, ഇവ 2ഉമാണ് ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അടുത്തത്, ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. 25 ബി ആണ് ആൻസർ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കഴിഞ്ഞ LDCയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു ചോദ്യം വന്നിരുന്നു അല്ലേ? അപ്പം ഈ LDCക്കും അതുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരംഗമാണ്. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഡി ആണ്. അതായത് 1ഉം 2ഉം മാത്രമേയാണ് ആൻസറായിട്ട് വരുന്നത്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ഒരിക്കലും അംഗമായിട്ട് വരത്തില്ല. അത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഓക്കെ, ഒരു പാർട്ടിക്ക്, രണ്ടാമത്തെയാണ്, ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൻ്റെ ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഇതിൻ്റെ ആൻസർ കീ 27A ആണ്.
1ഉം 3ഉം മാത്രമാണ് എന്താ ശരിയായ പ്രസ്താവന. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അത് ശരിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരമാണ് ഉള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 28 D ആണ്. എല്ലാം ശരിയാണ്. 28 D ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. D ആണ് ആൻസർ. 1ഉം 2ഉം. ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സിമ്പിൾ ചോദ്യമാണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. 30 ആൻസർ കീ ഏതാണ്? സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായ ആൻസർ. ഇപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിരിക്കുന്നു. ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ആൻസർ കീ 31 സി ആണ്. എല്ലാം ശരിയാണ്. അപ്പോൾ രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ആൻസർ കീ 32 D ആണ്. 1ഉം 2ഉമാണ് ശരി. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ടോ? ഇല്ല. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. 33 ഓപ്ഷൻ എ. 1ഉം 3ഉം. ഓക്കെ, ഭരണകാര്യങ്ങൾ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. തെറ്റാണ്. സയൻസ് പാർട്ട് എന്നുള്ള ആദ്യ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ഏത്? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളായി മാറ്റുന്നു. പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക. ശരീര താപനില നിയന്ത്രിക്കുക. ശരീരത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുക. പ്രവർത്തനമല്ലാത്തത് ശരീര താപനില നിയന്ത്രിക്കുക എന്നത് ആണോ അത്? ഏതാണ് അല്ലാത്തത്? താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ ആണ് ചോദ്യം വന്നിരിക്കുന്നത്. വിറ്റാമിൻ ബയോളജി. 35ൻ്റെ ആൻസർ ഏതാണ്? എ ആണ്. ഓസ്റ്റിയോപോറോസിസ് ഏതാണ്? 35 എ ആണ് അതിൻ്റെ ആൻസർ. ഭൂമിയുടെ ശ്വാസകോശം ഏതാണ്? ഭൂമിയുടെ ശ്വാസകോശങ്ങളെന്ന് പറയുന്നത് മഴക്കാടുകളല്ലേ? 36 B മഴക്കാടുകളാണ് അതിൻ്റെ ആൻസർ. അതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്.
ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? 37 സി ആണ് അപൂരിത കൊഴുപ്പാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്. അപൂരിത കൊഴുപ്പാണ് 37 സി ആണ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ ക്രിസ്പർ, വേറൊരു കാര്യം പറഞ്ഞാൽ സാങ്കേതികമായ ക്രിസ്പർ കാസ്9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? എൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും കറക്റ്റല്ല, ഞാനത് ഒരുമിച്ചങ്ങ് പറഞ്ഞതാണ്. അപ്പം ഏത് മേഖലയിലാണ് പ്രതീക്ഷ നൽകുന്നത്? ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ ക്രിസ്പർ കാസ്9. 38 ബി ആണ് ക്യാൻസർ ചികിത്സയിലാണ് ഇത് പ്രത്യേകിച്ച്. ഇത് ഇച്ചിരി ഇല്ലേ കറണ്ട് അഫെയർസ്, ബയോളജി തന്നെ കറണ്ട് അഫെയർസ് മേഖലയാണ്. ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ധമനി ഏതാണ്? 39 സി ആണ്, അയോർട്ടയാണ് അതിൻ്റെ ഉത്തരം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരമാണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്താൽ ബി ആണ് ഉത്തരം, ഈഡിസ് ഈജിപ്തി. അടുത്തത് ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? അതെവിടെയാണ്? 41 ഡി സ്വിറ്റ്സർലൻഡിലാണ്. രാജ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ, രാജ്യം. തലസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. അടുത്തത് 42 ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 അപ്പം ഇതിനകത്ത് ആൻസർ കീ ഏതാണ്? 42 സി ആണ്. 1ഉം 3ഉമാണ് ഇതിൻ്റെ ആൻസർ. നമുക്കറിയാം ഇത് ധ്രുവങ്ങളിലേക്ക് പോകും തോറും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മൂല്യം കൂടിക്കൂടി വരും. ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വരും സമയത്ത് എന്ത് പറ്റും? അത് കുറഞ്ഞു വരുമെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഇത് 6 ആണ്. എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എന്തായിരിക്കും? 43 ഡി ആണ് ആൻസർ, ഡി. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഏതാണ് ആൻസർ കീ? 44 എ. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സൗരമിഷനായ കറണ്ട് അഫെയർസ് ആണ്. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? 45 ഡി. ഒരു പക്ഷേ ആദ്യം ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കറണ്ട് അഫെയർസ്, അത് ആദ്യത്തെ L1 പഠിച്ചെങ്കിലും ഇതിൻ്റെ ഈ ഒരു കാര്യം നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ സ്കിപ്പാകാനുള്ള സാധ്യത ഉണ്ട്. താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപന പദ്ധതി അല്ലാത്തത് ഏത്? 46 സി ആണ് ഉത്തരം, 46 സി. 2 NLCIL, അതാണ് ഉത്തരം. NSM-ഉം NISC-യും
ബാക്കിയുള്ള ഓപ്ഷൻ. അപ്പം ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? ഏതിൻ്റെയാണ്? 47 സി, അമോണിയയാണ്. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയിലാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കാണോ? നോക്കാം. 48 ഡി, സിങ്കാണ് അതിൻ്റെ ആൻസർ. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്ലൂറിൻ. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തങ്ങളായ മൂലകമാണ് ഹൈഡ്രജൻ. ഡ്രൈസെൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. തെറ്റായ പ്രസ്താവന ഏതാണ്? 49 സി ആണ് തെറ്റായ പ്രസ്താവന. ഇതും വലിയൊരു പാടുള്ള ചോദ്യമല്ല, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയിലെ 50-ാമത്തെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ഏത്? 50 ആൻസർ ബാംഗ്ലൂരാണ്, ബി. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ഏതാണ്? പ്രഗ്യാനാണ് എന്താ മിഷൻ റോവർ. ഇനി അടുത്തത് കൂത്തിന് മലയാളം പാട്ടിൽ നിന്നാണോ സാഹിത്യം? ഓക്കെ. കലാകായിക മേഖല, അവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? മിഴാവല്ലേ? 52 മിഴാവ്, ഡി. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവാര്? CV രാമൻപിള്ള, രാമവർമ്മ അപ്പൻ തമ്പുരാൻ, അപ്പു നെടുങ്ങാടി, കെ സരസ്വതി അമ്മ. ഓപ്ഷൻ ബി അല്ലേ? രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി, കലാകായിക മേഖലയാണ്, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ചാക്യാർകൂത്ത്, കഥകളി, പാടകം, മുടിയേറ്റ്. ആൻസർ ഏതാണ്? 54 സി ആണ്, ബന്ധപ്പെട്ടതാണ് കഥകളി. മിക്ക ആൾക്കാരും തെറ്റിച്ചിട്ടുണ്ടാവും വെട്ടത്ത് സമ്പ്രദായം, കാരണം കഥകളിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിൻ്റാണത് അല്ലേ. അപ്പോൾ 54 സി ആണ് ബന്ധപ്പെട്ടത്. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കഥകളി. മിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, അധികം നന്നായിട്ട് പഠിക്കാത്തവർ. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാര്? ഇത് ഒരുപാട് വട്ടം ചോദിച്ച ചോദ്യമാണ്. ആറ്റൂർ രവിവർമ്മയാണ് അതിൻ്റെ ആൻസർ. നമ്മൾ നോക്കാതെ തന്നെ പറയാം, ആറ്റൂർ രവിവർമ്മ. പലതവണ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി കേരളം ആദ്യമായിട്ട് കലാകായിക മേഖല എന്നുള്ള ചോദ്യമാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം? 56 ബി ആണ്. 56 ബി ആണ് അതിൻ്റെ ആൻസർ. 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. 2023 അണ്ടർ 17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഏത് രാജ്യമാണ്? 57 2023 57 ബി ഇന്തോനേഷ്യയാണ് അതിൻ്റെ ആൻസർ.
ഇനി മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി നരേന്ദ്രനാഥ്, കിളിരൂർ രാധാകൃഷ്ണൻ, പ്രിയ AS, സിപ്പി പള്ളിപ്പുറം. 58 മലയാളം പാട്ടിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. 58 സി ആണ്, പ്രിയ AS ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അതെന്താണ്? എന്താണ്? കമ്പ്യൂട്ടർ പാട്ടിൽ നിന്നുള്ള ചോദ്യമാണ്. ആൻസർ കീ 59 സി ഫിഷിംഗ് ആണ്. ഇപ്പം വെർച്വൽ അറസ്റ്റൊക്കെ ഒരു വാർത്തകളൊക്കെ വരികയാണ്, വെർച്വൽ അറസ്റ്റ് അല്ലേ. അപ്പം ആ ഒരു പാട്ടൊക്കെ നിങ്ങൾ നോക്കുക പ്രത്യേകം. അടുത്തത് 60ാമത്തെ ചോദ്യമാണ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? IT മേഖല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. 60. ഓപ്ഷൻ ഡി റൂട്ടർ ആണ് അതിൻ്റെ ആൻസർ. ഇനി 61. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണോ? നോക്കാം. 61 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 61 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡാം ഒരു ഡാഷാണ്. 62 ബി മാൽവെയർ ആണ്. 63 യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര്. 63 ആണ് സി ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നാണ്. കഴിഞ്ഞ LDCക്കും ചോദ്യമുണ്ടായിരുന്നു ഈ പാട്ടിന്. ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ചൂഷണത്തിനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. കോമൺ സെൻസുമായി ചൂഷണത്തിനുള്ള അവകാശമാണ് എന്നാണ് ഉറപ്പ് നൽകാത്തത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്നായിരുന്നെങ്കിൽ ഉത്തരം ശരിയായേനെ. വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ് വനിതാ കമ്മീഷൻ വന്നു. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതിൽ? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ 10ാം വകുപ്പ്, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ 15ാം വകുപ്പ്, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ 12ാം വകുപ്പ്, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ 3ാം വകുപ്പ്. ആൻസർ കീ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം. 65A ആണ്, 10ാം വകുപ്പാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാണ് പറ്റുന്നത്? 66A മജിസ്ട്രേറ്റിനാണ് അതിന് സാധിക്കുന്നത്. രണ്ടായിരത്തി പ്രധാനപ്പെട്ട നിയമങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. 2005 വിവരാവകാശ നിയമത്തിൻ്റെ
രണ്ടാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ബഹിരാകാശമൊക്കെ കുറച്ചധികം ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. 67D ഇവയെല്ലാം ഇതിൽ പറയുന്നുണ്ട്. രണ്ടാം വകുപ്പ്. അപ്പം ഈ ബഹിരാകാശ നിയമം, വനിതാ കമ്മീഷൻ്റെ ഒക്കെ വകുപ്പുകളിലേക്ക്, ആർട്ടിക്കിൾസിലേക്ക് പോകുന്നുണ്ട്. ചോദ്യങ്ങൾ അത്ര കുറച്ചുകൂടെ ഡീപ്പാവുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. എത്ര ദിവസ പരിധിക്കുള്ളില? 68B ഇല്ലേ. ക്വസ്റ്റ്യൻ അങ്ങോട്ട് പോകുന്നതോറും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ് പോകുന്നത്. ആദ്യമൊക്കെ വെച്ച് സിമ്പിളായിരുന്നു, എന്നാൽ ക്വസ്റ്റ്യൻ പോകുന്തോറും സ്റ്റാൻഡേർഡ് കൂടിക്കൂടി വരികയാണ്. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? സിമ്പിൾ ചോദ്യമാണ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ് അല്ലേ. 69 നോക്കാം. എ ആണ് ആൻസർ. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ കഴിഞ്ഞ LDCക്ക് ചോദിച്ചിരുന്നു ഈ ചോദ്യം. 70 എ രേഖാ ശർമ്മയാണ് അതിൻ്റെ ആൻസർ. അപ്പം വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺമാരുടെ കാലാവധിയും അതിൻ്റെ ആ ഓർഡർ ആരായിരുന്നു ആദ്യം പിന്നീട് ആര്, അത് ഒന്ന് നോക്കുന്നതാണ്. ഇപ്പോഴത്തെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ഈ ഒരു ചോദ്യം കഴിഞ്ഞ LDCക്ക് ഉണ്ടായിരുന്നു. ഈ മാത്സ് ആണ്. മാത്സ് ഡയറക്റ്റ് അങ്ങ് പോവുകയാണ് ചോദ്യം. ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 71B 3 വശങ്ങൾ. 12 വശങ്ങൾ ഉള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര? 72. C 1800. 2, 5, 8 എന്ന ശ്രേണിയിൽ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് 2500? 17ാമത്തെ പദം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? ഓപ്ഷൻ 74B ആണ് 4160. 75ൻ്റെ ആൻസർ ബി 4 76ൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ 76ൻ്റെ ആൻസർ സി ആണ് 440. ഓപ്ഷൻ 77ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 77B ആണ് 114. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? 78C. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? 79D ആണ് 12 മടങ്ങ്. എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 50 ഡിഗ്രി. 81 ഇംഗ്ലീഷാണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിങ്. 81B ഹാൻഡ് കർച്ചീഫ്സ് സ്പെല്ലിംഗ് പാർട്ടിൽ നിന്നാണ്. അടുത്ത 82 വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാനേജർ പോളിസി? ആൻസർ 82D എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്.
അടുത്തത് 83 സ്പോട്ട് ദ ഇറർ. ആൾദോ ഹീ ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹീ റീച്ച്ഡ് സ്കൂൾ ലേറ്റ്. ഇതിനകത്ത് ഓപ്ഷൻ 83 ബി ആണ് ഇറർ എന്ന് പറയുന്നത്. 83 ബി ആണ് അതിൻ്റെ ആൻസർ. 83 ബി. ഫെസിമിലെ മീൻസ് അതാണ് 84 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എക്സാക്ട് കോപ്പി. അടുത്തത് 85 നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച്. 85 ഡി. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. നൺ ഓഫ് ദ വോക്ക്മെൻ അറൈവ്ഡ്. ക്വസ്റ്റ്യൻ ടാഗാണ്. 86 സി. ടിഡ് ദേ. സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഏതാണ്? 87 ബി. റാറ്റ്. എലിപ്പനി. അടുത്തത് 88 ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ബഷ്. ആൻസർ ഏതാണ്? 88 എ. 88 ആൻസർ ഡി ആണ് വരുന്നത്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബഷ്. എൻ്റെ മലയാളം പരിവർത്തനമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, പ്രത്യേകിച്ച് പറയുന്നില്ല. ഈസ് ബീങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. പ്രപ്പോസിഷനാണ്. 89 എ. അക്യൂസ്ഡ് ഓഫ്. ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവരി വൺ കൺസേൺഡ്. ചേഞ്ച്ഡ് ദ വോയിസ്. 90 സി. എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ്. ഇംഗ്ലീഷും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യങ്ങളല്ലേ. മലയാളമാണ്. താഴെ പറയുന്നതിൽ ശരിയായ വാക്യപ്രയോഗമേത്? 91 സി. അല്ലേ, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനും അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനം ഒറ്റ ചോദ്യം. സാമികൾ അല്ലേ. 92 എ. വേദത്തെ സംബന്ധിച്ചത് 93 വൈദികം. ക്ഷണികം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ശാശ്വതമല്ലേ. 94 ബി. ശാശ്വതം. പര്യായപദം. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായപദങ്ങൾ ഏത്? 95 എ. നിലാവ്, ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുന്ന ശൈലിയുടെ അർത്ഥം താഴെ പറയുന്ന ഉത്തരങ്ങളിൽ നിന്നും എഴുതുക. മുഴുവൻ കൊള്ളയടിക്കുകയല്ലേ. 96 എ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത ഏതാണ്? 97 സി. 97 സി ഭഗവത്ഗീത. ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ള വാക്കായതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് കിട്ടും. വിണ്ടലം ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. വിൺതലം. 98 എ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടകം ഏത്? തലയിലെ വേദനയാണോ? 99 നോക്കാം. തലയിലെ വേദന സി. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? കാഞ്ചനമാണോ, മാലയമാണോ, കോടീരമാണോ, ഗോരോചനം? മാലയമാണോ? 100 ബി മാലയം. അപ്പോൾ ഇതാണ് PSCയുടെ ആൻസർ കീ പ്രകാരമുള്ള കോഡ് 1ൻ്റെ ആൻസർ കീ ഇതാണ് പറയുന്നത്. ഇനി നമുക്ക് കട്ട് ഓഫിലേക്ക് പോകാം. ടോട്ടലായിട്ട് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് പുലർത്തിയ ഒരു ചോദ്യമായിരുന്നു ഇതിൻ്റേത്, അല്ലേ? അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം. പ്രത്യേകിച്ചും എക്കണോമിക്സ് അല്ലേ, ആദ്യത്തെ ചോദ്യമൊക്കെ അത്യാവശ്യം സിമ്പിളായിരുന്നു. എന്നാൽ പിന്നീട് വന്നപ്പോൾ എന്താ പറയുന്നത്, നിയമങ്ങൾ, പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് വന്നു. പ്രത്യേകിച്ചും ഈ വനിതാ കമ്മീഷനൊക്കെ വകുപ്പുകളൊക്കെ ചോദിച്ചു. അപ്പോൾ അത് ഡീപ്പായിട്ട് നോക്കാത്തവരെ സംബന്ധിച്ച് ഇച്ചിരി പ്രശ്നമാണ്. അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ടോട്ടലായിട്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളായിരുന്നു, അല്ലേ? ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് ഇച്ചിരി പാടായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് പുലർത്തിയ ചോദ്യമായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കട്ട് ഓഫ് പ്രകാരം, ഇതിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഒരു ടഫ്നെസ് പ്രകാരം 50-നും 64-നും ഇടയിലുള്ള ഒരു കട്ട് ഓഫാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 75 മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അത്യാവശ്യം സേഫായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു 50-നും 64-നും ഇടയിലുള്ള കട്ട് ഓഫാണ് നമ്മൾ പറയുന്നത്. ആ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് സിമ്പിളായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഹാഫ്, സെക്കൻഡ് ഹാഫ് ഇച്ചിരി സ്റ്റാൻഡേർഡ് പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് നിയമങ്ങൾ ഒക്കെ തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പുലർത്തിയ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ 50-നും 64-നും ഇടയിൽ 70 to 75 മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ സേഫ് സോണിലാണെന്ന് പറയേണ്ടി വരും. ഓക്കെ, താങ്ക് യു.